നമ്മുടെ ഈ നഗരം വളർന്നു വരികയാണ്, വികസിച്ച് വരികയാണ്. വികസിക്കുന്ന നഗരത്തിന് അതനുസരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർബന്ധമായും ഉണ്ടാകണം. അതിന് ഈ ട്രാഫിക് ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. ഇവിടെ നമുക്കുള്ളൊരു വിഷയം, ഈ ട്രാഫിക് സെൻസ് നമുക്ക് വളരെ കുറവാണ്. ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നല്ല, ഞാനാണെങ്കിലും എല്ലാവർക്കും വളരെ വേഗം എത്തേണ്ട ആളുകളാണ്. ഇത് സ്കൂട്ടറാണെങ്കിലും സൈക്കിളാണെങ്കിലും കാറാണെങ്കിലും ജീപ്പാണെങ്കിലും ലോറിയാണെങ്കിലും ബസ്സാണെങ്കിലും അതിൽ കയറിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എത്തണം. അപ്പോൾ അവിടെ ഒരിക്കലും ഈ ട്രാഫിക് സെൻസ് ആർക്കും ഉണ്ടാകാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞു. സീറോ ഡെത്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും യാദർശികമായി ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം ഈ ദിസരിയുടെ അണ്ടർപാസിനെ കുറിച്ചാണ്. ഏതായാലും ഒരു യോഗ ഇവിടെ കഴിഞ്ഞു. ഇത് നമ്മുടെ കോഴിക്കോട് PD കീഴിലല്ല വരുന്നത്, ഇത് എറണാകുളം PD കീഴിലാണ്, പ്രോജക്ട് ഡയറക്ടറുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഏതായാലും അദ്ദേഹവുമായി 2 വട്ടം ഞാൻ സംസാരിച്ചു. ഇതിപ്പോൾ അണ്ടർപാസ് ഉണ്ടാക്കാൻ വേണ്ടി അഡീഷണൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അഡീഷണൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അടുത്ത ആഴ്ച ഇവിടെ കോഴിക്കോട് തന്നെ RO ഉൾപ്പെടെ വന്ന് ഇരിക്കാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റീജിയണൽ ഓഫീസർ ആലോചിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിന് പരിഹാരം കാണാൻ വേണ്ടി മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് എന്നറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കണം. നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞു, ഇത് ആറുവരിപ്പാത വരുമ്പോഴാണ് ഇതിൻ്റെ രക്ഷപ്പെട്ടത്. അതാണ് നമുക്കുണ്ടായിട്ട് പ്രശ്നം. അതാണ് നമുക്കത് നേരത്തെ അറിയുമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ വൈകിപ്പോയി. പക്ഷെ എന്നാലും വൈകിയായാലും ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങിന് ഇവിടെ സംബന്ധിച്ച മുഴുവൻ ആളുകളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് ഒരിക്കൽ കൂടി നാടിന് സമർപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയിക്കുന്നു.